ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വ്ലോഗിംഗ് വിത്ത് സോണിയ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ബൈ ഗോഡ്സ് ഗ്രേസ്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വ്ലോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ മെറ്റേണിറ്റി ലീവിനെ റിലേറ്റ് ചെയ്ത് കുറേ ഇൻഫർമേഷൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് എനിക്ക് നല്ല കുറേ റെസ്പോൺസ് ഒക്കെ അതിനകത്ത് കിട്ടി. അപ്പം ഇന്നത്തെ വ്ലോഗിന്ന് നിങ്ങൾ ഓൾറെഡി ടൈറ്റിൽ കണ്ടിട്ടുണ്ട്, നമ്മുടെ 10 months പ്രഗ്നൻസി ജേർണി ഇൻ UK ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ട്രൈമസ്റ്ററിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഈ ഒരു വ്ലോഗിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം ഈ ഒരു വീഡിയോനെ ഞാൻ 3 ട്രൈമസ്റ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണേ. അപ്പം ഫസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് ട്രൈമസ്റ്റർ ആൻഡ് ദെൻ ഫോളോഡ് ബൈ തേർഡ് ട്രൈമസ്റ്ററിനെ പറ്റി സംസാരിക്കാം. അപ്പം ഫസ്റ്റ് ട്രൈമസ്റ്ററിനെ പറ്റി പറയുമ്പം നമുക്കറിയാം, ഫ്രം ഫൈൻഡിങ് ഔട്ട് ദറ്റ് യു ആർ പ്രഗ്നൻറ്റ് അൺടിൽ ദ 12 weeks ഓഫ് പ്രഗ്നൻസി യു ആർ ക്ലാസിഫൈഡ് ഇൻ ഫസ്റ്റ് ട്രൈമസ്റ്റർ. നമ്മുടെ ആ ഒരു ഹോം ടെസ്റ്റിംഗ് കിറ്റിൽ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ GPയെ വിളിക്കുക. ഓക്കെ, ഇപ്പോൾ GPനെ വിളിച്ചതിന് ശേഷം അവർ നമ്മളോട് പറയും ഒന്ന് അവിടെ ചെല്ലാനായിട്ട്, ആൻഡ് ദെൻ ദേ വിൽ റെഫർ യു ടു യുവർ റെസ്പെക്റ്റീവ് മിഡ് വൈഫ്. ഇനി അതല്ല, എൻ്റെ കേസിൽ അവരെനിക്ക് ഫോണിൽ കൂടെ ഞാൻ സംസാരിച്ചപ്പം ദേ ടോൾഡ് മീ ദാറ്റ് ദേ ഗോയിങ് ടു സെൻഡ് മീ എ സെൽഫ് റെഫറൽ ലിങ്ക്. ഓക്കെ, അപ്പം എന്നെ തന്നെ എനിക്ക് സെൽഫ് റെഫർ ചെയ്യാം. ആൻഡ് അതിൻ്റെ അകത്ത് കുറച്ച് ഡീറ്റെയിൽസ്, ദാറ്റ് ഈസ് ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് എന്നായിരുന്നു, പിന്നെ ആ ഒരു കിറ്റിൻ്റെ അകത്ത് എത്ര വീക്സാണ് കാണിക്കുന്നത്. അങ്ങനെ ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 24 to 48 hours വി വിൽ റിസീവ് എ കോൾ ബാക്ക് ഫ്രം മിഡ് വൈഫ്. അപ്പോൾ ഈ ഒരു കോളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം ദിസ് കോൾ ഇസ് ഗോയിങ് ടു ടേക്ക് എ ഗുഡ് എമൗണ്ട് ഓഫ് ടൈം. ദാറ്റ് ഇസ് പ്രോബ്ലി ഇറ്റ് മൈറ്റ് എൻഡ് അപ്പ് ഫോർ ലൈക്ക് 1 hour or something. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ ഈ ഒരു കോളിൽ നമ്മുടെ എൻറ്റയർ ഡീറ്റെയിൽസ് എടുക്കാൻ ശ്രമിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, നമ്മുടെ ഫാമിലി ഹിസ്റ്ററി, പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും കേട്ടോ. ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് അവർ ചോദിക്കുന്നത്. അപ്പം ഹസ്ബൻഡിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയം പിടിക്കുന്ന ഒരു കോൺവെർസേഷനാണ്. പിന്നെ ഇൻ കേസ് ഇപ്പോൾ നമുക്ക് വിത്തിൻ 48 hours കോൾ കിട്ടിയില്ലെങ്കിൽ യു ഹാവ് ടു ഫോളോ അപ്പ് വിത്ത് യുവർ GP ആൻഡ് ദേ വിൽ ഡു ദ നീഡ്ഫുൾ. ഓക്കെ, പിന്നെ ഉണ്ടല്ലോ, നമ്മളിപ്പം ഈ ഒരു മിഡ് വൈഫുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ കഴിഞ്ഞതിന് ശേഷം അവർ നമ്മളെ ബാഡ്ജർ നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിൽ നമ്മളെ സൈനപ്പ് ചെയ്യും. ഓക്കെ, ഈ ഒരു ആപ്പ് നമ്മുടെ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ബാഡ്ജർ ആപ്പ് ഇസ് വെരി വെരി ഹെൽപ്ഫുൾ ഫോർ us ബിക്കോസ് നമുക്ക് നമ്മൾ അതിൻ്റെ അകത്ത് സൈനപ്പ് ചെയ്ത് നമ്മളെ തരുമല്ലോ. അപ്പം നമ്മളത് ലോഗിൻ ചെയ്ത് എപ്പം നമ്മൾ നോക്കിയാലും നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ അകത്ത് ഉണ്ടാവും. അതുകൂടാതെ തന്നെ നമ്മുടെ മുന്നോട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ്, നമ്മുടെ എല്ലാം ഈ പ്രഗ്നൻസിയിൽ എല്ലാ അപ്പോയിൻമെൻറ്റ്സും നമ്മുടെ മിഡ് വൈഫാണ് നമുക്ക് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഓരോ അപ്പോയിൻമെൻറ്റ്സ് കഴിയുമ്പോൾ മിഡ് വൈഫ് പറയും നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് ഇന്നാണ്, ആ ദിവസമാണ്. അപ്പം നമ്മൾ ഫ്രീ ആക്കി വെക്കുക. പിന്നെ ഇപ്പം നമ്മൾ ജോലി സ്ഥലത്താണെങ്കിൽ തന്നെ നമ്മൾ മിഡ് വൈഫ് അപ്പോയിൻമെൻറ്റ്സ് നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം. അവർ നമ്മളെ ഒരിക്കലും പിടിച്ചു വെക്കാൻ പാടില്ല. നമ്മൾ എത്ര ബിസി വാർഡിലോ എത്ര ബിസി സെറ്റപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും ഇഫ് യു ഹാവ് എ മിഡ് വൈഫ് അപ്പോയിൻമെൻറ്റ് ഓർ കൺസൾട്ടൻറ്റ് അപ്പോയിൻമെൻറ്റ് എനിത്തിങ് റിലേറ്റഡ് ടു പ്രഗ്നൻസി യു ഷുഡ് ബി അറ്റൻഡിങ് ഇറ്റ്. ഓക്കെ, അതാണ് മെയിൻ തിങ്. പിന്നെ ഈ ബാഡ്ജർ നോട്ട്സിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് അല്ലാതെ തന്നെ ഏത് അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടോ, ഏത് സ്കാൻ അപ്പോയിൻമെൻറ്റ്സ് ആണോ, എന്തൊക്കെ ആയിക്കോട്ടെ അതിനെപ്പറ്റി എല്ലാ ഡീറ്റെയിൽസും ഈ ആപ്പിൽ നമുക്ക് കാണാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഫൈൻഡിങ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും അവർ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ ബേസിക്കലി ഇതൊരു പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് കൺസൾട്ടൻസിനും മിഡ് വൈഫ്സിനും. ഓക്കെ, സോ അതാണ് ബാഡ്ജർ നോട്ട്സ്. അപ്പോൾ ഈ ഒരു ബാഡ്ജർ നോട്ട്സിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഈ ഒരു ബാഡ്ജർ നോട്ട് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമാണ്. അത് മിഡ് വൈഫ് നമ്മളോട് പറയും കേട്ടോ. മോസ്റ്റ് ഓഫ് ദ ഹോസ്പിറ്റൽസ് റൺ വിത്ത് ബാഡ്ജർ നോട്ട്സ്. എനിക്ക് അറിയത്തില്ല ഏതെങ്കിലും ഹോസ്പിറ്റൽസ് ഇനി അതല്ലാതെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി, നിങ്ങളുടെ മിഡ് വൈഫ് നിങ്ങളെ ഗൈഡ് ചെയ്യും. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് ഫോൾസ് ബിറ്റ്വീൻ 8 weeks to 11 weeks ടൈം. ഓക്കെ, അപ്പം ഈ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രഗ്നൻസി എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ അതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്, ലൈക്ക് ഫോർ എക്സാമ്പിൾ മിസ്കാരേജസ്, അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ ഇപ്പം എന്തെങ്കിലും ഇപ്പം ആ ഒരു മദറിന് എന്തെങ്കിലും അസുഖങ്ങളുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ പ്രഗ്നൻസി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആണെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത്രയും നാളെ വെയിറ്റ് ചെയ്യത്തില്ല. അവർ അതിന് മുന്നേ തന്നെ നമ്മളെ അപ്പോയിൻമെൻറ്റ് അറേഞ്ച് ചെയ്ത് തരാൻ
നോക്കും കേട്ടോ. അപ്പം 8 weeks to 11 weeks പീരീഡിലാണ് നമ്മുടെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് നടക്കുന്നത്. ഈ ഒരു അപ്പോയിൻമെൻറ്റിൽ ദേ ജനറലി ടേക്ക് യുവർ ബ്ലഡ്സ്, ദേ ടേക്ക് യുവർ യൂറിൻ, അങ്ങനെ അവർ അതെല്ലാം ചെയ്യും കേട്ടോ. അതെല്ലാം ചെയ്ത് നമ്മുടെ വൈറ്റൽസ് അവരെടുക്കും, BP, ഹൈറ്റ്, വെയിറ്റ് എല്ലാം അവരെടുക്കും. എന്നിട്ട് ഒരു നല്ലൊരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ, ദാറ്റ് ഈസ് ഒരു ഫ്രണ്ട്ലി ചാറ്റ് ചെയ്ത് നമ്മളെ ഒന്ന് കംഫർട്ടബിൾ ആക്കി നമുക്കൊരു പ്രഗ്നൻസി കിറ്റും കൂടി തന്നു വിടും കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റിന് പോകുമ്പോൾ നമുക്കൊരു കിറ്റ് തരും എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിതാണേ മമാസ് അക്കാഡമി. ഞാൻ അതെല്ലാം കഴിഞ്ഞപ്പോൾ മടക്കി വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഫോൾഡഡ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു നല്ല സാധനമാണ്. ഇതിൻ്റെ അകത്ത് അവർ കുറച്ച് ഇൻഫർമേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇട്ട് തരും. പിന്നെ അതിൻ്റെ കൂടെ ഒരു പേനയുണ്ട്. പിന്നെ എനിക്ക് ഇഫ് ഐ എം റൈറ്റ് ഐ തിങ്ക് ദേ ഗിവ് യു പ്രഗ്നന്റ് കെയർ ഓൾസോ കേട്ടോ, ഞാൻ ഓർക്കുന്നില്ല. പിന്നെ നമ്മുടെ എന്താ പറയുന്നത് മെഷറിങ് ടേപ്പ് കാണും. ഓക്കെ, പിന്നെ ഇതാണ് അവർ തരുന്ന 2 ബുക്സ്. എന്താ പറയുന്നത് നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു മാഗസിനാണ്. പിന്നെ ഇത് കുറച്ച് ഇൻഫർമേഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഇവിടെ അതിൻ്റെ അകത്തോടെ എഴുതിയിട്ടുണ്ട് കോൾ യുവർ മിഡ് വൈഫ് യൂണിറ്റ് ഇമീഡിയറ്റ്ലി ഇഫ് യു ഹാവ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പം ദാറ്റ്സ് വെരി ഗുഡ് കേട്ടോ. ആസ്ക് യുവർ മിഡ് വൈഫ്, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ. ഫുഡിന് വരെ അവർ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്നൊക്കെ. നമ്മുടെ ഈ ബ്ലഡ് ടെസ്റ്റിൻ്റെ സംഭവം ഉണ്ടല്ലോ, ആ സമയത്ത് അവർ നമ്മളോട് പറയും ഐ യു ഇൻട്രസ്റ്റഡ് ടു സെൻഡ് യുവർ സാമ്പിൾ ടു റൂൾ ഔട്ട് ഫോർ എനി അനോമലീസ് സച്ച് ആസ് എഡ്വേർഡ് സിൻഡ്രോം, ഡൗൺ സിൻഡ്രോം, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്തതിന് ശേഷം ഒരു ഫ്യൂ വീക്സ് കഴിയുമ്പോൾ നമുക്കൊരു ലെറ്റർ വരും, ചാൻസസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. അത് ജസ്റ്റ് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, അതും അവർ ഓഫർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അടുത്തത് നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിലാവുമ്പം നമ്മൾ ഈ പറയുന്ന യു ആർ എലിജിബിൾ ടു കളക്ട് സം പ്രഗ്നൻസി ഫ്രീബീസ്. ഓക്കെ, അപ്പം ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഫ്രീബീസ് നമുക്കിവിടെ കിട്ടുന്നത്. ഫ്രീബീസ് എന്താണെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് പ്രഗ്നൻറ്റ് വിമന് കൊടുക്കുന്ന കുറച്ച് ഫ്രീ ഗിഫ്റ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ആദ്യമേ തന്നെ നമ്മൾ എമാസ് ഡയറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രഗ്നൻസി ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ കുറേ സെക്ഷൻസ് ഉണ്ടാകും. അതിൽ മൈ ക്ലബ് എന്ന് പറഞ്ഞ സെക്ഷനിൽ കയറി കഴിഞ്ഞാൽ ഗ്രാബ് യുവർ ഫ്രീബീസ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ടാവും. നമുക്ക് 3 പാക്സാണ് ഓൾ ടുഗെദർ വരുന്നത്. ഓരോ പാക്സിൻ്റെ അടിയിലും ഈ പറയുന്ന ഡൗൺലോഡ് വൗച്ചർ എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. ഓരോ പാക്സിലത്തെയും ഡൗൺലോഡ് വൗച്ചർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ചൂസ് യുവർ റിറ്റെയിലർ എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻസ് കാണിച്ചിട്ടുണ്ട്, ആർഗോസും ബൂട്ട്സും. അതിലേതാണോ നമുക്ക് അടുത്ത് പോയി കളക്ട് ചെയ്യാൻ പറ്റുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർ പറയും നമ്മളോട് എങ്ങനെയാണ് ചെയ്യേണ്ടിയെന്ന്. അതിനുശേഷം ഏറ്റവും അടിയിൽ ഒരു കോഡ് കാണിച്ചിട്ടുണ്ടാവും. ഈ കോഡ് വേണം നമുക്ക് അവിടുത്തെ ക്യാഷ്യറിനെ കാണിക്കാൻ. അത് കാണിച്ചു കഴിയുമ്പം അവർ നമുക്ക് ഈ പറയുന്ന ഫ്രീ പാക്ക് കയ്യിലോട്ട് തരും. മനസ്സിലായോ? അങ്ങനെ നമുക്ക് 3 പാക്സും ഒരുമിച്ച് പോയി കളക്ട് ചെയ്യാം. ഇനി അതല്ല ഓരോ ട്രൈമസ്റ്ററിൻ്റെ സമയത്ത് പോയി കളക്ട് ചെയ്യാം. ഇറ്റ്സ് ഓൾ അപ് ടു യു. ഞാൻ സെയിൻസ്ബറിയിലുള്ള ആർഗോസിലാണ് പോയി കളക്ട് ചെയ്തത്. ആൻഡ് ദിസ് ഇസ് വാട്ട് വി ഗോട്ട്. ഞാൻ 3 ബാഗ്സും ഒരുമിച്ച് പോയി കളക്ട് ചെയ്യുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഗിഫ്റ്റ് പാക്ക് 1 ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്, മം ടു ബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാഗാണ്. പിന്നെ ഗിഫ്റ്റ് പാക്ക് 2 എന്ന് പറഞ്ഞിട്ട് ബം ടു ബേബി, അങ്ങനെ ഒരു ബാക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ന്യൂ ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഗിഫ്റ്റ് പാക്ക് 3. ഈ 3 ഞാൻ ഒരുമിച്ച് പോയി റെഡീം ചെയ്തുകൊണ്ട് വന്നു. ആൻഡ് എന്താ പറയുന്നത്, ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ടുള്ള കുറേ സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. നമുക്ക് ഓരോന്നും തുറന്ന് ഇനി കാണാം. ഓരോ ബാഗ്സിലും കുറേ സാമ്പിൾസാണ് അവർ തരുന്നത്. പിന്നെ ഈ പറയുന്ന വൗച്ചേഴ്സും ഉണ്ട് കേട്ടോ. അപ്പം ഇപ്പം ഞാൻ കാണിക്കുന്നത് ഓൾവേസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ മെറ്റേണിറ്റി പാഡാണ്. അതിൻ്റെ ഒരു സാമ്പിൾ അവർ അയച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് അവിനോയുടെ ബേബി ക്രീമായിരുന്നേ, ഡെയിലി കെയർ മോയ്സ്ചറൈസിങ് ലോഷൻ. ഈ സാധനം നല്ല അടിപൊളി സാധനമാണ്. ഞങ്ങൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന ബ്രാൻഡാണ് അവിനോ. ഓക്കെ, പിന്നെ അതുകൂടാതെ സുഡോ ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ നാപ്പി റാഷ് ക്രീമും കൂടി അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് പിന്നെ വൗച്ചേഴ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. 48 എക്കോ ഫ്രണ്ട്ലി റോൾസ്, അതും നമുക്ക് 5% ഡിസ്കൗണ്ടോടെ മേടിക്കാൻ പറ്റുന്നതായിട്ടുള്ള വൗച്ചർ ഉണ്ടായിരുന്നു. അതുകൂടാതെ ഗ്രേസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ സ്നാക്ക് ബോക്സ്, ഇത് ഞങ്ങൾ ട്രൈ ചെയ്തായിരുന്നു കേട്ടോ. നമ്മളിതിൻ്റെ പ്രോട്ടീൻ ബോക്സാണ് ട്രൈ ചെയ്തത്. അപ്പം അതിൻ്റെ ഒറിജിനൽ പ്രൈസിൽ നിന്ന് ഹാഫ് പ്രൈസ് നമുക്ക് കൊടുത്താൽ മതിയായിരുന്നുള്ളൂ. ബഗബൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ അഡ്വർടൈസ്മെൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ. പ്രഗ്നന്റ് കെയറിൻ്റെ ഒരു സാമ്പിളും അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ വന്ന് ഈ ഒരു ബ്രോഷർ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രഗ്നന്റ് കെയർ, ദാറ്റ് ഇസ് ഈ പറയുന്ന ഫോളിക് ആസിഡ് മൾട്ടിവിറ്റമിൻ സപ്ലിമെൻറ്റ്സ് ഉണ്ടല്ലോ, അത് കുറേ ടൈപ്സ് ഉണ്ട്. ദാറ്റ് ഇസ് ബിഫോർ, ഡ്യൂറിങ് പ്രഗ്നൻസി, ആഫ്റ്റർ പ്രഗ്നൻസി, അങ്ങനെ. അപ്പം പ്രഗ്നന്റ് കെയർ കുറച്ച് ലീഡിങ് ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഇതൊരു കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് കേട്ടോ. അതുകൊണ്ട് എന്താ പറയുന്നത്, ഈ ഒരു പേപ്പറിൻ്റെ താഴെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഓൺലൈൻ എക്സ്ക്ലൂസീവായിട്ട് എമാസ് ഡയറിയുടെ ഒരു ഓഫർ. ദാറ്റ് ഇസ് 2 എണ്ണത്തിൻ്റെ
പ്രൈസ് കൊടുത്താൽ മതി 3 എണ്ണം മേടിക്കാൻ പറ്റും ആൻഡ് ദെൻ 10% ഡിസ്കൗണ്ട്. അപ്പോൾ ഞങ്ങളത് ട്രൈ ചെയ്ത് നോക്കി ആൻഡ് ഇറ്റ് വർക്ക്ഡ് ഔട്ട് കേട്ടോ. പിന്നെ ഇതായിരുന്നു ആ സാമ്പിൾ. നമുക്കൊരു 7 ടാബ്ലറ്റ്സ് ആണ് ഈ ഒരു സാമ്പിളിൻ്റെ അത് വരുന്നത്. ഇനി നമുക്ക് നോക്കാം ഗിഫ്റ്റ് പാക്ക് 2ൻ്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് അവർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ. ആദ്യമേ തന്നെ പാമ്പേഴ്സിൻ്റെ ഒരു പാക്ക് തന്നിട്ടുണ്ട്. സൈസ് 1ൻ്റെ ഒരു പാക്കാണ് ആൻഡ് ഈ ഒരു പാക്കിൽ 22 നാപ്പീസാണ് വരുന്നത്. പിന്നെ അവർ ഇൻക്ലൂഡ് ചെയ്തിരുന്നത് 1 പെയർ ഓഫ് ബ്രസ്റ്റ് പാഡ്സ് ആയിരുന്നേ. നെക്സ്റ്റ് നമുക്ക് പാക്കിലുണ്ടായിരുന്നത് ഫെയറിയുടെ ഒരു നോൺ ബയോ വാഷിംഗ് മെഷീനിലിടാൻ പറ്റുന്ന പോഡായിരുന്നു കേട്ടോ, അതിൻ്റെ ഒരു സാമ്പിൾ. അടുത്തത് നമുക്ക് കിട്ടിയത് വലീദ എന്നാണ് തോന്നുന്നു അതിന് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഈ ഒരു ബ്രാൻഡിൻ്റെ ബേബി കെയർ പ്രൊഡക്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ അകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1 നാപ്പി ചേഞ്ച് ക്രീം ആയിരുന്നു. അതുകൂടാതെ ഒരു സ്കിൻ ഫുഡ് എന്ന് പറഞ്ഞിട്ട് ദാറ്റ് ഇസ് സ്കിന്നുള്ളൊരു മോയ്സ്ചറൈസർ പോലത്തെ ഒരു ക്രീം. ഈ ഒരു പാക്കിൽ നമുക്ക് കിട്ടിയ വേറൊരു സാധനമായിരുന്നു മിൽട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ സ്റ്റെറിലൈസിങ് സൊല്യൂഷൻ. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു 4 സാഷേസ് വെച്ച് വരുന്ന ഒരു പാക്കാണ് നമുക്ക് കിട്ടിയത്, സാമ്പിളാണ് കിട്ടിയത്. ആൻഡ് ഇറ്റ് കെയിം വിത്ത് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, പിന്നെ അഡ്വർടൈസ്മെൻറ്റ്സ് റിലേറ്റഡ് ടു സ്റ്റെം സെൽ ബാങ്കിങ്, പിന്നെ പ്രഗ്നന്റ് കെയറിനെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. ഷോപ്പ് ആൻഡ് സ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം അവർ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതെല്ലാം നമ്മൾ റീഡ് ചെയ്ത് അതിൻ്റെ വൗച്ചർ യൂസ് ചെയ്യുക, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ അത് കൂടാതെ പാമ്പേഴ്സിൻ്റെ ഉണ്ടായിരുന്നു. ഓക്കെ, പ്രഗ്നന്റ് കെയറിൻ്റെ ഞാൻ ആദ്യത്തെ പാക്കിൽ വന്ന സെയിം സാധനം ഈ പാക്കിലും ഉണ്ടായിരുന്നു. പിന്നെ പാമ്പേഴ്സിന് ഒരു ആപ്പൊക്കെ ഉണ്ട് കേട്ടോ, അത് ഞാൻ പിന്നീട് ഏതെങ്കിലും ഒരു വ്ളോഗിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഫെയറിയുടെ കൂപ്പൺസും ഈ ഒരു പാക്കിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു കേട്ടോ. അതുകൂടാതെ മംസ് സർവേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൻ്റെയും ഒരു അഡ്വർടൈസ്മെൻറ്റ്, സത്യം പറഞ്ഞാൽ ഞാനത് ഓർക്കുന്നില്ല അതെന്തുമായിരുന്നെന്ന്. അങ്ങനെ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ സെക്കൻഡ് സെറ്റിൽ വന്നത്. പാക്ക് 3യുടെ അകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ലായിരുന്നു, 2 കാര്യങ്ങൾ മാത്രം. ആദ്യത്തെ ഒരു സേവിങ്സ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ്. ഫൈനലി 2 സാമ്പിൾസാണ്, ദാറ്റ് ഈസ് പാമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ സ്കിൻ തെറാപ്പി ഓയിലും പിന്നെ സ്ട്രെച്ച് മാർക്സ് കളയാനുള്ള മസാജ് ലോഷനും. ഓക്കെ, രണ്ടും മെയിൻലി ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു പാക്കിൽ. ഇനി ഫസ്റ്റ് ട്രൈമസ്റ്ററിലെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഫസ്റ്റ് സ്കാൻ. ഓക്കെ, വിച്ച് ഇസ് ഓൾസോ നോൺ ആസ് ഡേറ്റിംഗ് സ്കാൻ. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റിംഗ് സ്കാൻ അവർ പറയുന്നത് 10 വീക്സ് ടു 14 വീക്സിനുള്ളിലാണ് അവർ ചെയ്യുന്നത്. ജനറലി ഇറ്റ് ഫോൾസ് at 12 weeks time. ഓക്കെ, ഇനി ഈ ഒരു സ്കാൻ ചില സമയങ്ങളിൽ അതും കുറച്ചും കൂടെ ഏർലി അവർ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം മിസ്കാരേജ് ഒക്കെ ഫേസ് ചെയ്തിട്ടുള്ളൊരു മദർ ആണെങ്കിൽ തന്നെ അവർ ആദ്യമേ അത് ചെയ്ത് നോക്കും കേട്ടോ. പിന്നെ എക്ടോപിക് പ്രഗ്നൻസി അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വന്നിട്ടുള്ളൊരു ഹിസ്റ്ററി ഉള്ള ഒരു മദർ ആണെങ്കിൽ അവർ കുറച്ചും കൂടെ ഏർലി അവർ ഈ സ്കാൻ അറേഞ്ച് ചെയ്യാൻ നോക്കും. അപ്പം ഈ ഒരു ഡേറ്റിംഗ് സ്കാനിൽ എന്താ പറയുക, ഭയങ്കര എക്സൈറ്റിംഗ് ആണ് കേട്ടോ. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ആ ഒരു ഡേറ്റിംഗ് സ്കാനിൽ പോകുന്നത്. കാരണം നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് അല്ല, നമ്മൾ ഫസ്റ്റ് ടൈം അല്ല ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സ്കാനിൽ അവർ മെയിൻലി നമ്മളോട് പറയുന്നത് നമ്മുടെ ഡ്യൂ ഡേറ്റ് ആണ്. ഓക്കെ, ഈ സ്കാനിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കറക്റ്റ് ഡ്യൂ ഡേറ്റ് എന്നത്തേക്കാണെന്ന്, പിന്നെ എത്ര നമ്പർ ഓഫ് ബേബീസ് ഉണ്ടെന്ന് അതൊക്കെ അവർക്ക് അന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ വരുന്ന ഒരു കാര്യം പ്രോപ്പർ ലൊക്കേഷൻ ഓഫ് പ്രഗ്നൻസി. ഓക്കെ, അതും ഒരു കാര്യമാണ്. അപ്പം ഇതൊക്കെ ഈ ഒരു ഫസ്റ്റ് സ്കാനിലാണ് നടക്കുന്നത്. ആൻഡ് ദിസ് ഹാപ്പൻസ് ജനറലി ബിറ്റ്വീൻ 10 to 14 വീക്സ്. അപ്പം 12 വീക്സിലാണ് ഇവിടെ പറയുന്നത്. പിന്നെ എപ്പോഴും മനസ്സിലാക്കുക, നമുക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്, എല്ലാ പ്രഗ്നൻസിയും ഡിഫറെൻറ്റാണ്, എല്ലാ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആണ്. ഒരു ആൾ ഫേസ് ചെയ്യുന്ന കാര്യമല്ലായിരിക്കും മറ്റൊരാൾ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ പറയുന്ന വീഡിയോയിൽ ഇൻഫർമേഷൻ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. എല്ലാവർക്കും ചെയ്തു വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ പ്രഗ്നൻസി നമ്മളോട് എന്തെങ്കിലും വേറെ എക്സ്ട്രാ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മിഡ് വൈഫ് അപ്പോയിൻമെൻറ്റ്സ് തന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ സ്കാൻസ് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ അത് വേറൊരു കാര്യമാണ്. ഇനി നമുക്ക് സെക്കൻഡ് ട്രൈമസ്റ്ററിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം.
നമ്മുടെ ഈ 12 വീക്സ് അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ പ്രഗ്നൻസിയുടെ നേച്ചർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് എത്ര അപ്പോയിൻമെൻറ്റ്സ് ഇനി വരാനുള്ളതെന്ന് കേട്ടോ. അപ്പം സാധാരണ രീതി അവർ എല്ലാ മാസവും നമുക്ക് ഒരു മിഡ് വൈഫ് അപ്പോയിൻമെൻറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവരത് കൺസൾട്ടൻറ്റ് ലെവലിലേക്ക് ആ അപ്പോയിൻമെൻറ്റിനെ ടേക്ക് ഓവർ ചെയ്യും. അതുകൂടാതെ പിന്നെ എന്തെങ്കിലും സ്കാൻസിന് ആവശ്യമുണ്ടെങ്കിൽ അവർ അതും ചെയ്യും കേട്ടോ. അതൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ അവർ പ്രഗ്നൻസി. പിന്നെ എനിക്ക് 1-2 അപ്പോയിൻമെൻറ്റ്സ് ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. പ്ലസ് എനിക്ക് ഡീഹൈഡ്രേഷനൊക്കെ അടിച്ച് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ബ്ലഡ്സും അവർ എന്താ പറയുക ക്ലോസ് മോണിറ്ററിങ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം വരുന്ന ഒരു അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്കാനാണ് വിച്ച് ഇസ് യുവർ 20 വീക്സ് അനോമലി സ്കാൻ. ഓക്കെ, ഈ ഒരു 20 വീക്സ് സ്കാനിലാണ് നമ്മുടെ ബേബിക്ക് ലിംസ് ഒക്കെ കാണാൻ പറ്റും നമുക്ക്. പിന്നെ എന്തെങ്കിലും അനോമലീസ് ഒക്കെ ഉണ്ടോ എന്ന് അവരത് അപ്പോഴാണ് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് കുറേയൊക്കെ. പിന്നെ അത് കൂടാതെ ജെൻഡർ അറിയാൻ പറ്റുന്നത്. ഓക്കെ, ഈ ഒരു 20 വീക്ക് സ്കാൻ കഴിയുമ്പോൾ ആ ഒരു അപ്പോയിൻമെൻറ്റിൽ തന്നെ ആ ഒരു സെഷനിൽ തന്നെ നമുക്ക് നമ്മുടെ MAT-B1 ഫോമും കിട്ടും കേട്ടോ. അപ്പോൾ MAT-B1 ഫോം എന്താണെന്ന് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇനി കാണാത്തവരുണ്ടെങ്കിൽ MAT-B1 ഫോമാണ് നമ്മുടെ പ്രഗ്നൻസി കൺഫർമേഷൻ പറയുന്ന ഒരു ലീഗൽ ഫോം. ഈ ഒരു ഡോക്യുമെൻ്റ് അകത്ത് പ്രഗ്നൻസി കൺഫർമേഷനും പ്ലസ് നമ്മുടെ ഡ്യൂ ഡേറ്റും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഈ ഡോക്യുമെന്റ് നിങ്ങൾ കളക്ട് ചെയ്തിരിക്കണം. ഈ MAT-B1 ഫോം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മെറ്റേണിറ്റി ലീവിന്റെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് റിക്വസ്റ്റ് പുട്ട് ഫോർവേഡ് ചെയ്യാനും പറ്റത്തുള്ളൂ. ഈ ഒരു ഡോക്യുമെന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് all prescriptions will be free for you, all dental care will be free for you for the next 2 years. That is pregnancy full and until the baby turns 1, you will be availed all these services for free. Okay, അടുത്തത് ഒരു 22 വീക്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് നോക്കുന്നതാണ്. ബ്ലഡ് ലെവലിൽ എത്ര ഗ്ലൂക്കോസ്, ദാറ്റ് ഇസ് ഹൈ ചാൻസസ് ഉണ്ടോ ജസ്റ്റേഷണൽ ഡയബറ്റിസ് ഡെവലപ്പ് ചെയ്യാൻ എന്നൊക്കെയാണ് അവർ നോക്കുന്നത്. അപ്പം ഈ ഒരു ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതും അവർ നമുക്ക് ഗൈഡൻസ് തരും കേട്ടോ, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ്. ജനറലി ഇറ്റ് ഇസ് എ ഫാസ്റ്റിംഗ് ബ്ലഡ് ടെസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 10 PM തൊട്ടായിരുന്നു എനിക്ക് ഫാസ്റ്റിങ്. അതിന് ശേഷം വെള്ളം കുടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ആൻഡ് രാവിലെ ഒരു 8 o'clock 8:30യുടെ ഉള്ളിലായിരുന്നു എൻ്റെ ബ്ലഡ് ടെസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഫസ്റ്റ് ബ്ലഡ് ടെസ്റ്റ്. അതിനുശേഷം നമുക്ക് അവിടെ വെച്ച് തന്നെ അവർ ഒരു ഷുഗറി ഡ്രിങ്ക് കുടിക്കാൻ തരും. ഈ ഒരു ഷുഗറി ഡ്രിങ്ക് കുടിച്ചിട്ട് വി ഹാവ് ടു വെയിറ്റ് ഫോർ another 2 hours ആൻഡ് ദെൻ യു ഗിവ് another sample. അപ്പോൾ ഈ 2 സാമ്പിൾസിൻ്റെ അവർക്ക് റിസൾട്ട് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും ഇഫ് യു ആർ പ്രോൺ ടു ഡെവലപ്പ് ജസ്റ്റേഷണൽ ഡയബറ്റിസ് ഇൻ ലേറ്റർ പ്രഗ്നൻസി. മനസ്സിലായോ? അങ്ങനെയാണ് അവർ റൂൾ ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിസൾട്ട് എല്ലാം അവർ ഈ പറയുന്നത് നമ്മുടെ ബാഡ്ജ് നോട്ട്സിൻ്റെ അകത്ത് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് വരുന്ന ഒരു കാര്യമാണ് വൂപ്പിംഗ് കഫിൻ്റെ വാക്സിനേഷൻ അപ്പോയിൻമെൻറ്റ്. ഓക്കെ, അപ്പോൾ അതും നമ്മൾ ഈ പറയുന്ന മിഡ് വൈഫുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളോട് ചോദിക്കും നമ്മൾ ഇൻട്രസ്റ്റഡ് ആണോ അല്ലയോ എന്നൊക്കെ. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പേഴ്സണലി പറയുവാണെങ്കിൽ. ആൻഡ് ദിസ് അപ്പോയിൻമെൻറ്റ് ഫോൾസ് ബിറ്റ്വീൻ 20 വീക്സ് ടു 32 വീക്സ്. 32 വീക്സിന് ശേഷം അവരത് ഓഫർ ചെയ്യില്ല. അതിന് മുന്നേ തന്നെ നമ്മളത് എടുത്ത് കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം എടുക്കുവാണെങ്കിൽ അപ്പോൾ വൂപ്പിംഗ് കഫിൻ്റെ വാക്സിൻ എടുക്കുന്നത് ഇസ് വെരി സേഫ് ഫോർ ദ ബേബീസ് ആൻഡ് ഫോർ ദ മദർ. അപ്പോൾ നമുക്ക് ഇനി 3rd ട്രൈമസ്റ്ററിലേക്ക് കിടക്കാം. സോ 3rd ട്രൈമസ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് കംസ് ഫ്രം 28 വീക്സ് ടു ഡ്യൂ ഡേറ്റ്. അപ്പോൾ ഈ 28 വീക്സ് തൊട്ട് ഉള്ള സമയം കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈമാണല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് നമ്മളിങ്ങനെ മുന്നോട്ടിങ്ങനെ നമ്മുടെ ഡ്യൂ ഡേറ്റിലേക്ക് പ്രോഗ്രസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ എല്ലാ മന്തിലും ഉണ്ടായിരുന്ന അപ്പോയിൻമെൻറ്റ്സ് അങ്ങ് 2 വീക്സ് വെച്ചിട്ട് അങ്ങ് അവർ അറേഞ്ച് ചെയ്യാൻ തുടങ്ങും കേട്ടോ. പിന്നെ അവർ ബേബിയുടെ ഗ്രോത്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ മെഷറിംഗ് ടേപ്പ് അവർ യൂസ് ചെയ്യും. ഇനി ഇൻ കേസ് വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ അത് യൂസ് ചെയ്യാതെ പ്രോപ്പർ സ്കാൻസ് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഈ ഒരു സമയത്താണ് മെറ്റേണിറ്റി ബാഗ് സെറ്റപ്പ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം മെറ്റേണിറ്റി ബാഗിൽ എന്തൊക്കെയാണ് നമ്മൾ കരുതേണ്ടതെന്നൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. പിന്നെ നമ്മുടെ എല്ലാം മിഡ് വൈഫിനോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളോട് അല്ലെങ്കിൽ ലിസ്റ്റ് പറഞ്ഞു തരും എന്തൊക്കെയാണ് മേടിക്കേണ്ടത് കേട്ടോ. ഞങ്ങൾ മേടിച്ച കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ട് വേണ്ടിയ സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു. ആൻഡ് അത് നമ്മൾ 28 വീക്സ് ആകുമ്പോഴത്തേക്ക് തന്നെ റെഡിയാക്കി വെക്കുക. കാരണം നമുക്കിനി മുന്നോട്ട് എങ്ങനെയാ കാര്യങ്ങൾ ചിലപ്പം കുറച്ച് ഏർലി ഡെലിവറി ഉണ്ടാവാൻ സാധ്യതയുണ്ടാവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ലാസ്റ്റ് മിനിറ്റിൽ ഓടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുക കേട്ടോ.
പിന്നെ വരുന്ന ഒരു സംഭവമാണ് ഈ 3rd ട്രൈമസ്റ്ററിൽ ഹെൽത്ത് വിസിറ്ററിൻ്റെ വിസിറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഹെൽത്ത് വിസിറ്റർ കമ്മ്യൂണിറ്റി മിഡ് വൈഫാണ്. അപ്പോൾ പുള്ളിക്കാരി നമ്മുടെ വീട്ടിൽ വരും. എന്നിട്ട് നമ്മളോട് നമ്മുടെ ഫിസിക്കൽ മെൻ്റൽ വെൽബീയിങ് പറ്റി സംസാരിക്കും. അതുകൂടാതെ പിന്നെ ബേബിയുടെ അറൈവലിനെ പറ്റി സംസാരിക്കും. പിന്നെ മെറ്റേണിറ്റി ബാഗ് റെഡി ആണോ എന്നൊക്കെ ചോദിക്കും. പിന്നെ എന്താണ് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ പറ്റി, അങ്ങനെ കുറച്ച് കാര്യങ്ങളെ പറ്റിയുള്ള ഇൻഫർമേഷൻ അവർ നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ, നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഓക്കെ ആണോ എല്ലാം നോക്കാൻ വേണ്ടിയിട്ടാണ് ജനറലി അവർ വരുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വരുന്ന ഒരു കാര്യമാണ് ബർത്ത് പ്ലാൻ. ഓക്കെ, അപ്പോൾ ബർത്ത് പ്ലാനിനെ പറ്റിയൊക്കെ സംസാരം എനിക്ക് തോന്നുന്നു ഒരു 32-33 വീക്സ് ഒക്കെ ആകുമ്പോഴാണ് അവർ കൂടുതലും അതിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്ത് നമ്മളോട് സംസാരിക്കുന്നത് കേട്ടോ. അപ്പം എനിക്ക് കുറച്ച് ഓൺലൈൻ PDFs ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഈ ബാഡ്ജ് നോട്ട്സിൽ തന്നെ അവർ നമുക്ക് കുറച്ച് റീഡബിൾ മെറ്റീരിയൽസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് സമയമെടുത്ത് നോക്കിയായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ അകത്ത് അവർ ബർത്ത് പ്ലാനിനെ പറ്റി പറയുന്നുണ്ട്. ദാറ്റ് ഈസ് നമുക്ക് ഹോസ്പിറ്റൽ ബർത്ത് ആണോ വേണ്ടിയ, ഹോം ബർത്ത് ആണോ വേണ്ടിയ. ഇപ്പം ഈ കാലത്തും ഹോം ബർത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. സോ അതിൻ്റെ ഗുഡ് ആൻഡ് ബാഡ് സൈഡ് രണ്ടും അവർ രണ്ട് കാര്യങ്ങളെ പറ്റിയും അവർ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ വായിക്കുക, മനസ്സിലാക്കുക. പിന്നെ അത് കൂടാതെ പെയിൻ റിലീഫിനെ പറ്റി അവർ പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് പെയിൻ റിലീഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്യാസ് ആൻഡ് എയർ ഉണ്ട്, അതല്ലാതെ പിന്നെ എപ്പിഡ്യൂറൽ ലെവലുണ്ട്. അപ്പം അങ്ങനെ അതിനെപ്പറ്റി കുറേ ഇൻഫർമേഷൻ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എല്ലാം അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് ഏത് വേണമെന്ന്. പിന്നെ പറയുന്ന ടൈപ്പ് ഓഫ് ഡെലിവറി. അപ്പം നമുക്കറിയാം, നമ്മളിപ്പം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു നോർമൽ വജൈനൽ ബർത്ത് ആണെന്ന് പറഞ്ഞാലും ദർ വിൽ ബി ചാൻസസ് ഫോർ എമർജൻസീസ് ടു അറൈസ് എനി ടൈം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണ്, എമർജൻസീസ് വന്നാൽ എന്തൊക്കെയാണ് അതർ ഓപ്ഷൻസ്. അപ്പോൾ അവിടെ നമുക്ക് ഈ പറയുന്ന ഫോർസെപ്സും വാക്യൂം ഡെലിവറിയും പിന്നെ അതല്ലാതെ എമർജൻസി സെക്ഷനും ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയും അവർ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റിയൊന്നും ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ബിക്കോസ് ദിസ് വീഡിയോ ഈസ് ഓൾ അബൌട്ട് ഒരു പ്രഗ്നൻസി ജേർണി. പക്ഷെ ബർത്ത് പ്ലാൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ അത് വരുന്ന ഇൻഫർമേഷൻ മാത്രം ഞാൻ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്തെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഓരോ ട്രൈമസ്റ്ററിലും നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി എന്താ പറയുന്നത്, ഞാൻ എന്തെങ്കിലും മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയാവുന്ന പുതിയ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതുക. സോ എനിക്കും മറ്റുള്ളവർക്കും അതൊരു പോയിന്റ് ഓഫ് ഇൻഫർമേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യട്ടെ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് പെട്ടെന്ന് തന്നെ ഞാൻ പുതിയൊരു വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. Until then, take care, God bless and bye.